മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചൊവ്വയുടെ രാശിമാറ്റവും അത് മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ചൊവ്വ ഏപ്രിൽ 3-ാം തീയതി തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ്. നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ സാധാരണ ശുഭഫലങ്ങൾ അധികം നൽകുന്നതല്ലായിരിക്കും. ചൊവ്വ നിങ്ങളുടെ 6ഉം 11ഉം ഭാവങ്ങളുടെ അധിപനാണ്. രാശി മാറുന്നത് ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്കാണ്. ഈ സമയത്ത് രക്തസംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ബ്ലഡ് പ്രഷർ പ്രോബ്ലം ഉള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കുന്നതും മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നതും നല്ലതായിരിക്കും. നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അതിനാൽ എന്ത് കാര്യവും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ. ലോണും കടങ്ങളും മറ്റും എടുക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ സമയത്ത് ലാഭസ്ഥിതികൾ കുറയുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാൻ പാടില്ല. മൂത്ത സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ചൊവ്വ ധനസ്ഥാനത്ത് നീചസ്ഥനായി നിൽക്കുന്ന സമയത്ത് പൈസ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും ചെയ്യാനും വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരുന്നതായിരിക്കും. ഇത് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ ഇടയാകുന്നതുമായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ചൊവ്വയുടെ 4-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 5-ാം ഭാവത്തിലാണ്. ഇത് വിദ്യാർത്ഥികളിൽ ഒരു അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും. പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാനും സാധ്യതകളുണ്ട്. ലവ് റിലേഷനിലുള്ളവരും ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊവ്വയുടെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 8-ാം ഭാവത്തിലാണ്. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനം, മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാൻ സാധ്യതകളുണ്ട്. ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി നിങ്ങളുടെ 9-ാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് പരിശ്രമം കൂടുതൽ ചെയ്യേണ്ടി വരും. ഭാഗ്യസ്ഥിതികളിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യുവാൻ പാടില്ല. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.